ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ ടെൻറ്റ് കെട്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ മുറ്റത്ത് ഇങ്ങനെ ഒരു വലിയ ഷീറ്റ് കിടക്കുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടറിയാം. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ കെട്ടാൻ നോക്കിയതാണ്. പക്ഷേ വിചാരിച്ച പോലെ സിമ്പിളല്ല. ഒരു സൈഡ് ഓക്കെ, നമ്മുടെ വാർപ്പുമ്മ സൺസൈഡുമ്മ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആണിയടിച്ച് സെക്യൂറാക്കി. പക്ഷെ വലിച്ച് കെട്ടുക എന്നുള്ളൊരു ടാസ്ക്, അതൊരു ഒന്നൊന്നര ടാസ്ക്കായിരുന്നു. കെട്ടിയിട്ടില്ല. അതിന് ഒരാളെ കൊണ്ട് വയ്ക്കില്ല, ഒരാളും കൂടി വേണം. ആണുങ്ങൾ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിലാണ് നന്നായിട്ടൊന്ന് വലിച്ച് കെട്ടാൻ പറ്റത്തുള്ളൂ. ഒരാളും കൊണ്ട് സഹായിക്കുന്നില്ല. അത്ര വെയിറ്റുള്ള സംഭവമാണ്. ഇങ്ങനെ എങ്ങനെ ശരിയാക്കും എന്ന് ഒരു ഐഡിയ ഇല്ല. ശരിയാക്കാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോളുണ്ട്. അപ്പം അതുവഴി നമ്മൾ നല്ല വയറയുടെ ഇതുണ്ടല്ലോ, കയറ്, അത് വെച്ചിട്ടാണ് പ്ലാനിങ്സൊക്കെ കെട്ടിയുണ്ട്. തലയിലുണ്ടായ പ്ലാനിങ്സാണ്, അങ്ങനെ കെട്ടിയതാണ്. പക്ഷെ ഇതുവരെ നമ്മുടെ പാവാടയുടെ വള്ളി ചുരുക്കിയ പോലെ ആയിട്ടുണ്ട്. അതിനി എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എവിടെ എത്തും എന്താവും എന്നൊന്നും അറിയില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ നമ്മുടെ ജീവിതം. ഓരോന്നും നമ്മൾ ഓരോന്ന് വിചാരിച്ചിട്ട് ഓരോന്നും ചെയ്യും. പക്ഷെ നാളെ ചിലപ്പോൾ നേരം വെളുക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഇന്നലെ ചെയ്ത് തന്നെ അവിടെ വെച്ചിട്ട് പിന്നീടുള്ള സാധനങ്ങളാവും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഇതൊക്കെ ആയിട്ട് വരിക. അപ്പം അങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം എല്ലാം ശരിയാവും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് നമ്മൾ എന്താ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ടൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, എന്ത് ഇങ്ങനെ കെട്ടിയത്. കാരണം അവർക്ക് ടെൻറ്റ് കിട്ടിയ പോലെയാണ്. ഭയങ്കര ഓടിക്കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് എത്തണോടത്തായതുകൊണ്ട് നല്ല കളിയാണ് കേട്ടോ. ഒരു സൈഡ് അവർക്ക് എത്തുമല്ലോ, അപ്പോൾ അതും ഇരുന്നിട്ട് ഉള്ള കളികളും കാര്യങ്ങളൊക്കെയാണ്. സ്കൂള് ഇപ്പോൾ പൂട്ടും ചെയ്തല്ലോ, അപ്പോൾ പിന്നെ ലാവിഷായിട്ട് കളിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഒന്നും കൂടി പൊക്കി കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. മഴക്കാലത്ത് തിരുമ്പി തോരടാനായാലും ഒക്കെ ഭയങ്കര ഒരു ഇതാണ്. അകത്ത് അത്ര വലിയ സൗകര്യങ്ങളില്ല. നമുക്ക് തോരടേണ്ട കേസൊക്കെയാണ് നമുക്ക് എന്താ ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് പറമ്പുണ്ട്, അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഇറങ്ങി കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ നടക്കണേറ്റ് മുന്നേ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങൾ നിന്ന് നടക്കണേറ്റ് മുന്നേ പാത്ത് ഓടും നടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ അവളെ അടുത്തെത്തി പിന്നെയും ഓടും. അതാണ് അവളെ പണി. അപ്പോൾ ഇവരിപ്പോൾ എന്നും ഈ ഒരു കയറ് വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും 4 മണിക്ക് ഇപ്പം ഇങ്ങോട്ട് കയറി വരില്ല. അവർ ഊഞ്ഞാലാണ് എന്നും പറഞ്ഞിട്ട് ഇതും ഇരുന്നിട്ട് ആടലാണ് കേട്ടോ ഇപ്പോഴത്തെ പണി. അതുകൊണ്ട് എപ്പോഴും ഇപ്പോൾ പറമ്പിൽ കയറി വരും ഇവർ രണ്ടാളും കൂടിയിട്ട്. എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്. പിന്നെ പൂച്ചയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ പൂച്ച ഉള്ളിടത്ത് ജന്തുക്കളൊന്നും അങ്ങനെ വരുന്നില്ല. അതിന് ഭയങ്കര ഒരു ഉദാഹരണമാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങോട്ട് ഒരു കൊല്ലമൊക്കെ എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എലിയൊക്കെ ഉണ്ടായിരുന്നു. എലി ഉള്ളിടത്ത് എന്തായാലും പാമ്പുണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ സമയത്താണ് പൂച്ചേനെയും കൂടി വളർത്താൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒരു എലിയോ പൂച്ചയോ ഒരു പല്ലി പോലും വീട്ടിലില്ല കേട്ടോ. നല്ലൊരു യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു സാധനം നമ്മുടെ വീട്ടിലുള്ളത്. അപ്പം പറമ്പിൻ്റെ അറ്റത്തേക്ക് എത്തിയ പറമ്പിൻ്റെ ബാക്കിൽ ഞങ്ങൾക്കൊരു ഗ്രൗണ്ടാണ് കേട്ടോ വരുന്നത്. എന്താ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ ഉള്ളൊരു ഗ്രൗണ്ടാണ് വരുന്നത്. ബാക്കിൽ നിറയെ മറ്റേ തേക്കാണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ നല്ല കിടന്നത് ഇവിടെ ഇപ്പോഴുള്ള കാലത്ത് ഭയങ്കര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു, പറമ്പായിരുന്നു. ഇതേപോലത്തെ പറമ്പ് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഭയങ്കര നല്ലൊരു പറമ്പായിരുന്നു കേട്ടോ, മാഷാഅല്ലാ. പക്ഷെ നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ആളുടെ മരണശേഷമാണ് പറമ്പ് പിന്നെ ഇങ്ങനെയൊക്കെ ആയത്. തീരെ എന്തോ നോക്കില്ല, ആരും നോക്കാറില്ല. അതാണ് നല്ലോണം കായ ഒക്കെ ഉണ്ടാവണം, നല്ല തെങ്ങും നല്ല വിളവുള്ളൊരു പറമ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, നല്ലൊരു പറമ്പായിരുന്നു. അതാണ് നമ്മുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉള്ളപ്പോൾ ഉള്ള വിലകൾ നമ്മൾ മനസ്സിലാക്കണം.
അവർ നമ്മൾ തല്ലൂടും എല്ലാം ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികം. നമ്മൾ നിൽക്കുമ്പോൾ വാപ്പാനും ഉമ്മാനൊക്കെ ആയിട്ട് തല്ലൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ ഇല്ല എന്നത്തെ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾക്ക് അവരുണ്ടായിരുന്നു എങ്കിൽ ഇപ്പം ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. കുറേ കാര്യത്തിൽ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പ. അപ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് കുറേ കാലങ്ങളായി ഞാനിങ്ങനെ പറമ്പിൻ്റെ അറ്റത്തേക്ക് ഞാൻ വരാറില്ല, ഇറങ്ങാറില്ല. അങ്ങനെ ഒന്നാമത് സമയം കിട്ടാറില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ ചുറ്റുഭാഗം തന്നെ ക്ലീനാക്കി വയ്യാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ജസ്റ്റ് മക്കൾ ഏതായാലും കളിക്കാൻ പോവാണ്, ഇടയ്ക്ക് അവരിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തിനാ അവരിങ്ങോട്ട് വരുന്നതെന്നൊക്കെ അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വന്ന പിന്നെ ഇടയ്ക്ക് ഞാൻ തേങ്ങ വറുക്കാനിറങ്ങും. കയ്യിൽ ഇപ്പം ഞാൻ ഒരു തേങ്ങയുടെ എടുക്കണമെന്ന് അവളോട് എടുത്തോളം പറഞ്ഞാണ്. മേലക്കൊന്നും അങ്ങനെ തെങ്ങുണ്ടെങ്കിലും കായ്ക്കണില്ല ഇപ്പോൾ ഒന്നും. ജസ്റ്റ് അടിയിൽ കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ഭാഗം മാത്രം ഇപ്പോൾ കായ്ക്കണുള്ളൂ കേട്ടോ. കാരണം ഒന്നിനും നന എത്തണില്ല. നന ഉണ്ടെങ്കിലല്ലേ വിളവുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ഇതാണ്. ജസ്റ്റ് പട്ടയും കാര്യങ്ങളൊക്കെ വീണെടുക്കുന്നുണ്ട്. കുറച്ച് പട്ടമൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് ഇനി മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടി ഒതുക്കി വിറക് വരെയൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി വെക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അതൊക്കെ എന്താ പറയുക, പടച്ചോൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്. നമുക്ക് ഇന്നിപ്പോൾ ഉണ്ട്, അപ്പോൾ നമ്മൾ നന്നായി ജീവിക്കുക. നാളെപ്പം ഇല്ലാത്ത പോലെ ജീവിക്കുക. അതാണ് നമ്മളെ പോളിസി. ഇല്ലാത്തതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിരുന്നിട്ട് നമ്മൾ കാര്യമില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്താണോ പ്രസൻ്റ്ലി സംഭവിക്കുന്നത് അതിനെ പറ്റിയിട്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, ഏൺ ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹമുള്ള എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുക. നമുക്ക് ഒരു ദിവസം ഓരോ ദിവസം വെറുതെ ഇരിക്കാണ്ട് നമുക്ക് പറ്റുന്ന സമയം മിക്ക സമയത്തും നമ്മളെ കൊണ്ട് എന്താണോ നമുക്ക് കഴിവുള്ളത് അതിനെ നമ്മൾ പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഞാൻ എൻ്റെ 18 വയസ്സ് വരെ ഒന്നും ഞാൻ അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലേ ചോദിച്ചാൽ ഇല്ല. കാരണം പൈസക്ക് മുട്ടില്ല. നമുക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഇപ്പോഴും സാധനങ്ങൾ കിട്ടണേലൊന്നും കുറവില്ല. പക്ഷെ നമുക്കൊരു കുടുംബജീവിതം ആയി ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ ഭൂരിഭാഗം പെൺകുട്ടികൾക്കും നമ്മളിപ്പോൾ കുറേ ജീവിതങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം, വിവാഹത്തിന് മുന്നേ തന്നെ ഇൻഡിപെൻഡൻ്റായി ജീവിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതിയുള്ളവരുടെ ഏറ്റവും നല്ലൊരു ചിന്തയാണത്. കാരണം നമുക്ക് എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ കല്യാണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്വന്തം കാലിൽ നിൽക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ തലമുറ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെയാണ് എല്ലാ പെൺകുട്ടികളും നമുക്ക് സ്വന്തം കാലിൽ നിന്ന് നമ്മൾ കുടുംബത്തിന് ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ കെട്ടിയന്മാർക്ക് ഹെൽപ്പാവുക, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുക, നമ്മളെ കൊണ്ട് പറ്റണതൊക്കെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അടിപൊളിയായിട്ട് ജീവിതം പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക, നമ്മളെ ലേണിങ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ജീവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറമ്പിൻ്റെ അറ്റത്ത് പോയിട്ട് പിന്നെയും തിരിച്ച് വന്നു. അപ്പോൾ നല്ല ഒരു വൈബാണ് ഇങ്ങനെ പറമ്പിൽ കൂടെ ഒക്കെ നടക്കുക എന്നുള്ളത്. അത് എന്താ പറയുക, നമുക്ക് മഴക്കാലത്ത് അത്ര വലിയ പോസിബിൾ അല്ല കേട്ടോ. പുല്ലൊക്കെ പൊന്തും. ഉപ്പുള്ള കാലത്തൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒക്കെ അത്യാവശ്യം മഴക്കാലമൊക്കെ ആകുമ്പോൾ പുല്ലൊക്കെ പൊന്തും കേട്ടോ. അപ്പം അങ്ങനെ വിശേഷങ്ങളൊക്കെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ നല്ല രീതിയിൽ എന്താണോ കഴിവ് അത് നമ്മൾ പുറത്തെടുത്ത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ മക്കളൊക്കെ അതിൻ്റെ അങ്ങനെ ചക്കയുടെ അടിയിൽ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിലൊക്കെ പോയി നോക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.